ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ കൈപ്പങ്ങ പൊരിക്കണത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. കയ്പ്പില്ലാതെയും അതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. കൈപ്പങ്ങ കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. ഇവിടെ കുട്ടികൾക്ക് ഉപ്പേരി വെച്ചാൽ കൈപ്പങ്ങ കഴിക്കൂല കേട്ടോ. അപ്പം ഇവർക്ക് ഞാൻ പൊരിച്ച് കൊടുത്തപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ തീരെ കയ്പില്ല കേട്ടോ. ചെറിയ കുട്ടികൾ പോലും ഇത് കഴിച്ചു പോകും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേപോലെ ചെറുതായിട്ട് കനം കുറച്ച് അരിയണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ സീഡ്സൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ആ ലൈക്ക് ബട്ടൺ ഒന്ന് മറക്കാതെ അമർത്തണേ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ കമൻറ്റും കൂടെ ഒന്ന് പറയണം കേട്ടോ. അങ്ങനത്തെ ഞാൻ 2 കയ്പക്കൊക്കെ അരിഞ്ഞ് കഴുകി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മസാല കൂട്ടി വെക്കണം. അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ 2 സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ അതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ കുറച്ച് മൈദപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മൈദപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ എന്താ പറയുക നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ അതാ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കിയപ്പോൾ കുറച്ച് വിനാഗിരിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച കയ്പക്കയും കൂടിയും അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി എന്നാണ്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മസാലയൊക്കെ നന്നായിട്ട് കയ്പങ്ങക്ക് പിടിച്ച് കിട്ടണം. അങ്ങനത്തെ കയ്പക്കൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞിപ്പോൾ അതാ ഇനിയിപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതാ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ഉണ്ടാവും, തീരെ കയ്പില്ല കേട്ടോ. കയ്പൊക്കെ ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. അങ്ങനെ ഇതാ കയ്പൊക്കെ ഇട്ടതിന് ശേഷം ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. നമ്മൾ എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും കറിവേപ്പില അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണല്ലോ അല്ലേ. അപ്പോൾ ഇതാ നമ്മളെ കയ്പൊക്കെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും. അപ്പോൾ ഞാൻ പ്ലേറ്റിലിട്ട് മാറ്റുന്നുണ്ട്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ അടുത്ത ട്രിപ്പും കൂടെ ഇതുപോലെ ഇട്ടെടുത്ത് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അതാ നമ്മളെ കയ്പക്ക ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അതും കൂടെ ഒന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ മാതിരി ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മളെ ചാനലിൽ പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.